അപ്പോ ഞാനും ഇങ്ങോട്ട് ഇറങ്ങാ. ബാഗെല്ലാം ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. വേദ എങ്ങോട്ട് പോകുന്നു? വീട്ടിലേക്ക്. വേദയുടെ വീട്ടിലേക്കോ? വേറെ ഏത് വീട്ടിലേക്കാ നന്ദിനി എടുത്തേ? ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം? ഇതാണ് അതിന് വേണ്ട സമയം ശ്രീചേട്ടത്തെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം? ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല വിശ്വേട്ട. മലയിൽ നിന്ന് തിരിച്ചു വന്നാൽ വിക്രം നേരെ മുഴുകാൻ പോകുന്നത് ശ്രീകാര്യ ശ്രീനിവാസന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളില്ല. എത്ര പറഞ്ഞാലും വിക്രമിന് അയാളെ വിട്ട് ഒരിക്കലും വരാൻ പറ്റില്ല. ഇനി അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കും തോന്നി. ശ്രീനിവാസനോടൊപ്പം വിക്രം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അത് അവസാനിക്കാത്ത ബന്ധമാണെന്ന് ഉറപ്പായപ്പോഴാ ഞാൻ പോവാൻ തീരുമാനിച്ചത്. എന്ന് വെച്ചാ എന്നേക്കുമായി ഇവിടുന്ന് പടിയിറങ്ങി പോവാണെന്നാണോ? അറിയില്ല, തൽക്കാലം ഇതല്ലാതെ എന്റെ മുൻപിൽ വേറെ മാർഗമില്ല. അമ്മേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്നോട് പൊറുക്കണം. ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ട്. നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയാഞ്ഞിട്ടാണ് നീ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ അതിന് പറഞ്ഞ കാരണങ്ങളാണ് മനസ്സിലാവാത്തത്. ശുചീന്ദ്രത്ത് വെച്ച് ശയനപ്രദക്ഷിണം കഴിഞ്ഞ് വിക്രമിനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ അവനെ പ്രതി ഇന്നുവരെ ആഗ്രഹിക്കാത്തത് ആ നിമിഷം ആഗ്രഹിച്ചിരുന്നു. അതാണ് ഇപ്പൊ നീ പോകുന്നതോടെ ഇല്ലാതാവുന്നത്. അവന്റെ ഭാര്യ എന്ന പേരിൽ ഈ വീട്ടിൽ ഇത്രയും കാലം നീ കഴിഞ്ഞെങ്കിലും നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു. അവൻ ശബരിമല യാത്ര കഴിഞ്ഞ് വരുന്നതോടെ അതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവുമെന്നും അവനും ഒരു കുടുംബമായി മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെ ജീവിക്കുമെന്നും ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ശുചീന്ദ്രത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എന്താണ് നടന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആ ദിവസങ്ങളിലാണ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനം എടുത്തതെന്ന് എനിക്കറിയാം. അത് ശ്രീകാര്യം ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനമാണെങ്കിൽ ശരി, ആ തീരുമാനത്തിൽ നിന്ന് വിക്രം പിന്മാറുമെന്ന് ഞാൻ ഉറപ്പു തരാം. ഇല്ലച്ച, എനിക്കതിൽ ഇനിയും പ്രതീക്ഷയില്ല. അതും പ്രതീക്ഷിച്ച് ഇനി ഒരു ദിവസം പോലും പാഴാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. ആരും വിളിക്കാതെയാണ് ഞാൻ വന്നത്. ആരും പറയാതെ തന്നെ ഞാൻ പോവുകയും ചെയ്യുന്നു കരുതിയാൽ മതി. ഇത്രയും കാലം അച്ഛനും വിക്രമിനും ഇടയിലുള്ള മഞ്ഞൊരുകിയല്ലോ. എനിക്ക് സന്തോഷിക്കാൻ അത് മതി. അതിനുവേണ്ടി നിന്റെ വിലപ്പെട്ട ജീവിതം ഒരു വർഷക്കാലം ത്യജിക്കായിരുന്നു എന്ന് പറയുന്നതിൽ വിരോധമില്ല. പക്ഷേ എന്നോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടരുത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യം കൊണ്ടാണ് നിന്റെ ഈ തീരുമാനമാക്കി അതെന്നോട് പറയാൻ നീ തയ്യാറാവണം. അല്ലച്ച, ഇത് നാളുകളായുള്ള ആലോചനയാണ്. ഇപ്പൊ അതിനുള്ളൊരു ദിവസം വന്നേ ഉള്ളൂ. ഇനിയും സംസാരിച്ചു നിൽക്കുന്നില്ല. ശ്രീചേട്ടത്തി, ഒന്നും മറന്നിട്ടല്ല പോകുന്നത്. ഇനിയും ഇത് സഹിക്കാൻ വയ്യ എന്നതുകൊണ്ടാണ്. അതെ, ഈ കഴിഞ്ഞ കാലം മുഴുവൻ ഒരു വലിയ തെറ്റായിരുന്നു അപ്പൊ വേദയ്ക്ക് ബോധ്യപ്പെട്ടതാണോ? വിശദീകരിക്കാൻ എനിക്കറിയില്ല വിശ്വേട്ട. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത്. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിന്റെ യഥാർത്ഥ കാരണം ഞാൻ അറിയുന്ന ഒരു നിമിഷം വരും. അന്ന് ഞാൻ നിന്നെ കാണാൻ വരും. നീ എവിടെയായാലും. വേദേ, നല്ല വെയിലുണ്ട്. ഓരോരുത്തരുടെ കയ്യിൽ ബാഗും. വിനേട്ടൻ വേണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചു തരും. സാറില്ല നദിനെടുത്ത് കുറെ കാലം തണലത്തിരുന്നല്ലേ. ഇനി കുറച്ചു കാലം വെയിൽ കൊള്ളാൻ തന്നെ തീരുമാനിച്ചിട്ട് ഈ പടിയിറങ്ങുന്നത്. ഒരുപക്ഷെ വീണ്ടും തണല് കണ്ടെത്തിയാലോ. വിനേട്ട, എനിക്കിപ്പോ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. ഏതാന്ന് മനസ്സിലായോ? ഇല്ല. മണ്ണനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി ഐലേസ. ചേച്ചി, അച്ഛാ, ദേ ചേച്ചി വരുന്നുണ്ട്. കയ്യില് പെട്ടിയും ബാഗും ഒക്കെ ഉണ്ട്. അതേമേ, വേദയാ. അല്ല, ഇതെന്താ പെട്ടിയും കിടക്കിയൊക്കെ ആയിട്ട്? ഞാൻ ഉപയോഗിച്ചിരുന്ന കിടക്കാം ഇവിടെ തന്നെയുണ്ട്. പെട്ടിയും ഇതിൽ കുറച്ച് വസ്ത്രങ്ങളേ ഉള്ളൂ. എന്ത് വർഷം ഇത്? വന്ന് കയറുമ്പോഴേക്കും നീ അവളെ ചോദ്യം ചെയ്ത് നിൽക്കണം. കയ്യിൽ പെട്ടിയും ഡ്രസ്സുമായിട്ട് വരുമ്പോ അറിഞ്ഞൂടെ അവൾ ഇവിടേക്ക് തിരിച്ചു വന്നാണെന്ന്? അല്ലേ വേദ? അതെയോ ചേച്ചി? ചേച്ചിയോട് താമസിക്കാൻ വന്നയാണോ? അതെ ദീപ്തി, അച്ഛനും അമ്മയും അനുവദിച്ചാൽ മാത്രം. എന്ത് വർത്താനം വേദ? ഇത് നിന്റെ വീട് തന്നെയല്ലേ? നീ അകത്തേക്ക് വാ. വരുന്നതൊക്കെ കൊള്ളാം. പക്ഷേ ആ ബന്ധം അവസാനിപ്പിച്ചിട്ടാണോ അതോ വെറുതെ താമസിക്കാൻ വന്നതാണോ എന്ന് അറിഞ്ഞ കൊള്ളാം. അത് അന്വേഷിക്കാൻ നീ ആരാ? ചോദിക്കേണ്ടവര് ചോദിച്ചോളൂ. അതൊക്കെ ചോദിക്കാനും പറയാനും ഇനി സമയമില്ലേ? പുറത്ത് നിർത്തിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുക. നീ അകത്തേക്ക് വാ മോളെ. ഇത് വേദയുടെ കൂടെ വീടല്ലേ അമ്മേ. അകത്തേക്ക് വരുന്നതിന് ഞാൻ എന്തൊരു തടസ്സം പറയണം? പക്ഷേ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ചെയ്യാതെ സമ്മതം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യം? ഈ വീടിനകത്തേക്ക് കയറണമെങ്കിൽ വേദ അവൻ കെട്ടിയ താലി പൊട്ടിച്ചെറിയണമെന്ന്. ഇതേ തുടങ്ങി താലിമാഹാത്മ്യം. നിങ്ങൾക്കൊക്കെ ഇതിനെ സമയമുള്ളോ? ചേച്ചി വായിച്ചി, അച്ഛനൊന്നും പറയില്ല. കേറി വാ മോളെ. ശങ്കരേട്ടാ, ഇവള് ശങ്കരേട്ടന്റെ മറുപടിക്ക് കാത്തു നിൽക്കുക. അച്ഛൻ അവളെ അകത്തേക്ക് വിളിക്കണം. അവൾ അവനെ ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുക. അത് നിനക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഇവൾ ഈ ബാഗുമായിട്ട് വരാൻ തയ്യാറാകത്തില്ലല്ലോ. ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോന്നു. വിക്രമുമായി വഴക്കുണ്ടാക്കിയിട്ടോ പ്രശ്നങ്ങളായിട്ടോ അല്ല. ഇനി അവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം, അത് ഒരുപാട് പേരെ സങ്കടപ്പെടുത്തുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം. അനുവാദം ഇല്ലെങ്കിൽ തിരിച്ചു പോകാനും എനിക്ക് പ്രശ്നമില്ല. നീ എന്ത് വർത്തമാനാ വേദ ഈ പറയുന്നത്? അച്ഛന് എതിർപ്പൊന്നുമില്ല. നീ അകത്തേക്ക് കയറി. ഈ വീട് പണിതത് പാരമ്പര്യമായി കൈമാറി കിട്ടിയ പുരയിടത്തില. ഈ കുടുംബത്തിന്റെ സ്വത്തും സ്ഥാപനങ്ങളും എന്റെ അച്ഛനായിട്ടുണ്ടാക്കിയതാ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ വില്ലിൽ പേരക്കുട്ടിയായി ഇവൾക്ക് കരുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. ആരുടെയും അനുവാദം കാത്ത് അവൾ ഈ മുറ്റത്ത് നിൽക്കേണ്ടതില്ല. എന്റേതടക്കം. അകത്തേക്ക് വാ. ഇങ്ങനയച്ചി, നീ കയറി വാ മോളെ. ശ്രീയേട്ടം, അത് ശരി. അപ്പോ ഇത്രയും നാണക്കേട്ടുണ്ടാക്കി ഇറങ്ങിപ്പോയിട്ടും നിങ്ങളുടെ അച്ഛന്റെ മനസ്സിൽ അവൾക്ക് വലിയ സ്ഥാനമാണല്ലേ. കൊള്ളാം. നിന്റെ മുറി അതേപോലെ തന്നെ ഉണ്ട്. വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. താങ്ക്സ്. ചേച്ചി വിക്രമേട്ടനുമായി അടിയുണ്ടാക്കി വന്നതല്ലാന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതെന്താ തീത്തി അങ്ങനെ ഒരു ചോദ്യം? അഥവാ ആണെങ്കിൽ നിന്റെ കാര്യം പോക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ഇവളും വിക്രമം ആയിരുന്നല്ലോ നിന്റെ ഹംസങ്ങള്. എന്താ സംശയം? എന്റെ കൂടെ ആ കാര്യത്തിൽ നിന്നത് ഇവര് തന്നെയാ. ഇനിയും ഇവർ കൂടെ ഉണ്ടാവുകയും ചെയ്യും. നീ ഒന്ന് വായടക്കി തീത്തി. അച്ഛൻ താഴെയുണ്ട്, കേക്കണ്ട. ഞാൻ അതിനെ ഒളിച്ചു വെക്കാനുള്ള ഒന്നുമല്ലല്ലോ പറയുന്നത്. എന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തിട്ടുള്ളതാ. അതിന് വേദിച്ചി വിക്രമേട്ടനും സപ്പോർട്ടും ഉണ്ട്. പുരകത്തുമ്പോ അവളുടെ ഒരു വാഴവെട്ട്. എന്നെ തീത്തി, നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞവര് ഇപ്പൊ അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞു എന്നാ തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാവോ? ആണോ വേദിച്ചി? വേദിച്ചി വെറുതെ കുറച്ചു ദിവസം നിൽക്കാൻ വന്നതല്ലേ? ഈ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഓണത്തിന് പോലും തിരിഞ്ഞു നോക്കാത്തവളാ.
ഇപ്പൊ വെറുതെ നിൽക്കാൻ വന്നത്. അവള് വന്നു കയറിയതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും വർഷയെടുത്തിയുടെ വിഷയമല്ല അത്. പിന്നെ എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് ഞാൻ ആ സമയത്ത് തീരുമാനിച്ചോളാം. അത് വർഷയെടുത്തിയെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തൽക്കാലം എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട്ടാ കൊള്ളായിരുന്നു. ആ ബാഗിങ് താമോളെ. അമ്മേ, കുറച്ചു നേരം എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം പ്ലീസ്. അമ്മേ, വേദേച്ചിയുടെ പെരുമാറ്റത്തില് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എന്ത് പ്രശ്നം? അവനുമായിട്ട് ഉടക്കി കാണും. 1 വർഷം കൊണ്ട് അവന്റെ താനി നിറ തിരിച്ചറിഞ്ഞു കാണും. വിക്രമേട്ടനുമായിട്ടൊരു പ്രശ്നം വേദിച്ചിക്കൊണ്ടാവാൻ ഒരു സാധ്യതയില്ല. അതെങ്ങനെ നിനക്കറിയാം? അവര് തമ്മിലുള്ള ബോണ്ടിങ് ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതാ. പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ വരുമ്പോഴാ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർക്കിടയിൽ അതുണ്ട്. പിന്നെ ആരോട് വഴക്കിട്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുക? ആ വീട്ടുകാരോടോ? അതിനൊരു സാധ്യതയില്ല. പിന്നെ അറിയില്ല. ഏതായാലും വന്നതല്ലേ ഉള്ളൂ. കുറച്ച് വിശ്രമിക്കട്ടെ, നമുക്ക് സംസാരിക്കാം. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ, പോകാൻ തീരുമാനിച്ച കാര്യം വേദ അമ്മയോട് പറഞ്ഞിരുന്നത്രേ. വിക്രം മലയ്ക്ക് പോകുന്ന ദിവസം അമ്മ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവന് വിഷമമുണ്ടെന്ന് കരുതി കാണും. എന്നാലും ഇത്രമാത്രം ദേഷ്യം വിക്രമനോടുണ്ടാവാൻ ഒരു കാരണമുണ്ടേ. വേദ ഒരുപാട് കാലമായില്ലേ ശ്രീനിവാസനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. വിക്രം കേട്ടില്ലല്ലോ. ഇലക്ഷന്റെ കാര്യത്തിലും വിക്രമ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ ദേഷ്യം വന്ന് കാണാം. സമ്മതിച്ചു. പക്ഷേ അതിനെ വിക്രം വരുമ്പോഴേക്കും ഇറങ്ങിപ്പോവാണ് ചെയ്യേണ്ടത്. ശ്രീജയ്, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ മുമ്പോട്ടായിട്ടില്ലേ? അപ്പോഴൊന്നും അവർക്ക് തോന്നിയിട്ടില്ലല്ലോ. മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങി വേദ തിരിച്ച് വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോ ശ്രീജയ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ആ കുട്ടിയുടെ കൂടെ വീടല്ലേ, അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ? അത്യാവശ്യം പണം ആ കുട്ടിയുടെ പേരിൽ ബാങ്കിലുണ്ട്. ഇപ്പൊ ഒരു ജോലിയുണ്ട്. ഇങ്ങനെ ഒരു വിവാഹത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വേദ വിക്രമമായിട്ട് പിണങ്ങി അങ്ങോട്ട് തിരിച്ചല്ലോ. അതിനാ കുട്ടിയുടെ അഭിമാനം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഏതായാലും സ്വന്തം വീടല്ലേ ഇഷ്ടട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞാൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ അച്ഛനും അങ്ങളെയും അമ്മയും തയ്യാറായി നിൽക്കുമ്പോ തിരിച്ചു ചെല്ലാൻ തോന്നിയില്ലേ? സാധാരണ കുട്ടികൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ വേദയ്ക്ക് തോന്നില്ല. എന്നിട്ടാണോ അവൾ അവിടേക്ക് പോയത്? അതാ എനിക്ക് സംശയം തോന്നുന്ന കാര്യം. വിക്രമിനെ പാഠം പഠിപ്പിക്കാനാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് പോയാൽ പോരെ. അച്ഛനും അവനെന്നുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന സ്ഥിതിക്ക് വേദ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അച്ഛൻ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അച്ഛനെ ധിക്കരിച്ച് ഇനി വിക്രം എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോ ഇത് വിക്രം വരുമ്പോഴേക്കും അവൾ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. എന്തിന്? അത് അവളോട് ചോദിക്കണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് ഏറ്റെടുത്തതല്ല വേദയെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ടുള്ളത്. ആ വിഷയം അവൾ ഒരു കാരണമായിട്ട് എടുത്തേ ഉള്ളൂ. നമുക്കറിയാത്ത എന്തോ ഒന്ന് വേദയുടെ ഈ തീരുമാനത്തിന് പുറകിലുണ്ട്. വിക്രമിനോട് പോലും അവളെ വെളിപ്പെടുത്താത്ത കാരണോ? എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അപ്പോ ഇനി ഒരിക്കലും വേദ ഇങ്ങോട്ട് വരില്ലെന്നാണോ? അത് അവള് തീരുമാനം എടുത്തിട്ട് പിന്നിലെ കാരണത്തിന്റെ ശക്തി പോലെ ഇരിക്കും. എന്തായാലും അവൻ പോയിട്ട് വരട്ടെ. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു ദിവസം തന്നോട് പോലും പറയാതെ അവള് പോയി എന്നറിയുമ്പോ വിക്രം വെറുതെ ഇരിക്കില്ലല്ലോ. അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ കയറി ചെല്ലും. കാര്യം ചോദി. അപ്പൊ അവളെന്ന് പറയുന്ന നോക്കാം. യഥാർത്ഥ കാരണം അപ്പൊ അറിയാം. നീ കുറച്ച് വെള്ളം എടുത്തോ. അതെ, എന്താടി ഇത്ര വലിയ ആലോചന? ഇത്രയും ഗംഭീരമായിട്ടൊരു സംഭവം നടന്നിട്ടും നിങ്ങൾക്ക് ആലോചിക്കാൻ തോന്നില്ല? എന്ത് സംഭവം? വേദ പോലെ അത്ര വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ വരേട്ടാ? എടി, എനിക്ക് തോന്നിയിട്ട് എന്താ കാര്യം? എന്നാലും എന്തുമായിരിക്കും ഇതിന്റെ കാരണം? അതവള് പറഞ്ഞല്ലോ. വിക്രം ശ്രീനിവാസൻ സാറിനെ വിട്ടുപോരാൻ കൂട്ടാക്കാത്തതോ? അങ്ങനെയല്ലേ അവള് പറഞ്ഞത്? നിങ്ങൾ അത് വിശ്വസിച്ചിരിക്കുവാണോ? ഈ വീട്ടിലെ ഒരാളും അത് വിശ്വസിച്ചിട്ടില്ല. അല്ലാതെ എന്ത് കാരണമുള്ളത്? അതാ ഞാനും ആലോചിക്കുന്നത്. ശുചീന്ദ്രത്തിൽ നിന്ന് മടങ്ങിയതിന് ശേഷമാണ് അവൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത്. വിനേട്ട് ഓർമ്മയില്ലേ? അവിടെ വെച്ച് 2 ആളും അടിയും ചക്കരയും പോലായിരുന്നു. ഒരുമിച്ച് കറങ്ങാൻ പോകുന്നു, ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു, എന്തൊക്കെയായിരുന്നു. തിരിച്ചു വന്നപ്പോ ആ ഇരിപ്പോഷം അങ്ങ് മാറിപ്പോയോ? നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സത്യത്തിൽ സുചീന്ദ്രത്ത് വെച്ചാണ് നമ്മുടെ കാര്യം അവസാനിച്ചെന്നാ ഞാൻ വിചാരിച്ചത്. അതുപോലെയായിരുന്നു അച്ഛന്റെ പെരുമാറ്റം. കാണാതായി തിരിച്ചു വന്ന് ബോധം വീണപ്പോ ആദ്യം എന്റെ പേര് വിളിച്ച് കടക്കപ്പുറത്ത് എന്ന് പറയുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പലതും മറന്ന കൂട്ടത്തില് അച്ഛൻ അത് മറന്നു എന്നാ തോന്നുന്നത്. അച്ഛനൊന്നും മറന്നിട്ടില്ല. ആ കിടപ്പിന്ന് എണീക്കുമ്പോ അറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. എനിക്കെന്തോ എല്ലാം കൂടെ ആലോചിക്കുമ്പോ ആകെ കലങ്ങി കിടക്കുന്ന പോലെ. എല്ലാം കൂടി എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചെത്തിയ ഇവിടെ നിന്ന് പോയിരിക്കണമെന്ന് അവളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിരിക്കോ കമലെ? ഞാൻ ശ്രീനിസാറിന്റെ വലങ്കയായി നിൽക്കുന്നു എന്നതാണല്ലോ നിങ്ങളുടെയൊക്കെ പരാതി. എന്നാ പിന്നെ അതങ്ങ് അവസാനിപ്പിക്കാന്ന് കരുതി. അകന്നിരിക്കുമ്പോഴാണ് പരസ്പരം ആരായിരുന്നു എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുക.